നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബന്നാർഘട്ട ബട്ടർഫ്ലൈ പാർക്കാണ്. ഇതാണ് ബട്ടർഫ്ലൈ പാർക്കിലേക്കുള്ള മെയിൻ എൻട്രൻസ്. പിന്നെ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. നമുക്ക് ഓൺലൈനിലും എടുക്കാം, ഇവിടെ കൗണ്ടറിൽ നിന്നും എടുക്കാം. പിന്നെ ഇതാണ് ഈ എൻട്രൻസിലേക്കുള്ള ഗേറ്റ്. നമ്മളിങ്ങനെ സ്കാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ കയറാൻ. അതുകൊണ്ട് നല്ല ഉപകാരമാണ്, യാതൊരു ക്യൂ ഇല്ല. പിന്നെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഇത് അകത്തേക്കുള്ള വഴി നല്ല നാച്ചുറലാണ്, ഫുള്ളും ഫോറസ്റ്റ് ബേസ്. പിന്നെ ഒരുപാട് സ്പീഷീസ് ഉണ്ട്, മറ്റേ ബട്ടർഫ്ലൈ ഉണ്ട്, കുറേ ബേർഡ്സിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റി. കാണുന്നതാണ് ഈ ബട്ടർഫ്ലൈ ഡോം. ഇതിനകത്താണ് എല്ലാ ബട്ടർഫ്ലൈയും കിടക്കുന്നത്. ഇതാണ് മെയിൻ ഡോറ്. ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വേണം അകത്ത് കയറാൻ. ഇപ്പോൾ കയറി കാണുന്നത് അകത്തേക്കുള്ള എൻട്രൻസ് ആണ്. നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ കാഴ്ച ഇങ്ങനെ കാണാൻ വലിയൊരു ഡോം. അതിൻ്റെ അകത്ത് ഒരുപാട് ഫ്ലവേഴ്സ് പിടിച്ച ചെടികളും ഒരുപാട് ബട്ടർഫ്ലൈസും ഉണ്ട്. ഒരുപാട് നല്ല നല്ല കാണാൻ രസമുള്ള ബട്ടർഫ്ലൈസ് അവർ ആവാസ വ്യവസ്ഥയാണ് ഉണ്ടാക്കി ഇരിക്കുന്നത് ഇതിൽ. പിന്നെ ഇതിനകത്ത് നല്ലൊരു കൂൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ചൂട് അനുഭവപ്പെട്ടിട്ടില്ല. ഒരുപാട് ഫ്ലവേഴ്സും ഉണ്ട്, അതുപോലെ ഒരുപാട് ബട്ടർഫ്ലൈസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ ബട്ടർഫ്ലൈസിൻ്റെ എനിക്ക് എടുക്കാൻ പറ്റിയതൊക്കെ എടുത്തിന്. എന്താ വെച്ചാൽ ചിലത് ക്യാമറയിൽ എടുക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് ഇത് അനങ്ങാണ്ട് നിൽക്കുന്നില്ല, ഇങ്ങനെ പറന്ന് കളിക്കല്ലേ, അപ്പോൾ നമുക്ക് കറക്റ്റ് ക്യാമറയിൽ കിട്ടുന്നില്ല. സൂം ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കും. പെർ ഹെഡ് കോസ്റ്റ് വരുന്നത് 50 റുപ്പീസാണ് ഒരാൾക്ക്. അപ്പോൾ കുറച്ച് ബേർഡ്സിൻ്റെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. കുട്ടികൾക്ക് കണ്ടിരിക്കാനും പുതിയൊരു എക്സ്പീരിയൻസുമാണ്. ഞങ്ങൾക്കും അതുപോലെ പുതിയൊരു എക്സ്പീരിയൻസ്, ഒരു കൂട്ടം ബട്ടർഫ്ലൈസിനെല്ലാം ഒന്നിച്ച് കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം നമ്മൾ കണ്ടു തീർന്നു. ഇനി നേരെ സൂവിലേക്ക് പോകണം. ഇതാണ് സൂവിലേക്ക് വഴി. ഇനി സൂവിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ.